ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് ആദി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ എ ഫ്രണ്ട് എന്ന പോയത്തെക്കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ആ സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റീസാണ് ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്തായിരിക്കും? ഓക്കെ, ഈ ഒരു പോയത്തിൽ നമ്മളൊരു ട്രൂ ഫ്രണ്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. A friend is one who stands to share your every touch of grief and care. He comes by chance but stays by choice. Your praises he is quick to voice. ഒരു ഫ്രണ്ട്, അത് എന്തിനു വേണ്ടിയുള്ളതാണ്? ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഹു സ്റ്റാൻഡ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും കൂടെ ഒക്കെ ആ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെ, എന്ത് കാര്യവും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. അവൻ പെട്ടെന്ന് വരുന്ന ഒരാളായിരിക്കും. ഓക്കെ, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അവനെ ഫ്രണ്ട് ആക്കണോ അല്ലെങ്കിൽ അവൻ നമ്മളെ ഫ്രണ്ട് ആക്കണോ എന്നുള്ളതൊക്കെ അവരുടെ ചോയ്സാണ്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. എപ്പോഴും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മളെക്കുറിച്ച് പറയാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നോ ഗ്രീവസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. നമ്മളിലുണ്ടാകുന്ന ചെറിയൊരു തെറ്റോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് എടുക്കുന്ന വല്ല തീരുമാനങ്ങളോ ഒന്നും തന്നെ അവൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവനെ നമ്മുടെ എനിമിയാക്കി മാറ്റില്ല. നമ്മളുടെ ഭാഗത്ത് വരുന്ന ചെറിയ തെറ്റുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഡിസയറിൽ വരുന്ന പെട്ടെന്ന് എടുക്കുന്ന നമ്മളുണ്ടാകുന്ന ഡിസയർസോ നമ്മളുടെ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളോ ഒന്നും തന്നെ അവനെ നമ്മുടെ എനിമിയാക്കി മാറ്റില്ല. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ അത് ചെറുതോ വലുതോ ആകട്ടെ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ആഗ്രഹങ്ങൾ അത് ചെറുതോ വലുതോ ആകട്ടെ, അവന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ ഏത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി അത് ഏത് തന്നെയാണെങ്കിലും അവന് നമ്മുടെ വെൽഫെയർ ആയിരിക്കും അവൻ്റെ ചീഫ് കൺസേൺ. നമ്മുടെ ക്ഷേമം, നമ്മുടെ നല്ലത് മാത്രമേ അവന് ആഗ്രഹിക്കുകയുള്ളൂ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. നമ്മുടെ സ്വപ്നങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അതിൽ വിജയിച്ചു കാണാൻ, അതിലൊരു സക്സസ് ഉണ്ടായി കാണാനായിരിക്കും അവൻ പ്രേ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രീം അത് സക്സസ് ആയി കാണാൻ അവൻ്റെ ആ ഒരു പ്രേ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും, അവൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ, ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നിങ്ങൾ പുറത്തു പറയണമെന്നില്ല. അങ്ങനെ പറയാതെ തന്നെ നിങ്ങളുടെ സുഹൃത്തിന് അത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ പറയാതെ തന്നെ അത് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് ഒരു ട്രൂ ഫ്രണ്ടിന് സാധിക്കും. ദെൻ ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. അതുപോലെ ആരുടെ ലൈഫിലാണോ ഒരു നല്ല സുഹൃത്തുള്ളത്, ആ വ്യക്തിക്ക് ഒരു ഡബിൾ പ്രൊട്ടക്ഷനാണ് അവൻ്റെ ലൈഫ് ലോങ് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, ആരുടെ ലൈഫിലാണോ ഒരു നല്ല സുഹൃത്തുള്ളത് അവന് ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ ലഭിക്കും. അതായത് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ വ്യക്തി എപ്പോഴും തൻ്റെ സുഹൃത്തിൻ്റെ വെൽഫെയർ ആയിരിക്കും, ക്ഷേമമായിരിക്കും ആഗ്രഹിക്കും. എപ്പോഴും തൻ്റെ സുഹൃത്ത് നല്ലതായി കാണാൻ, അവൻ്റെ ഡ്രീംസൊക്കെ സക്സസ് ആയി കാണാനായിട്ടൊരു നല്ല സുഹൃത്ത് ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ട്രൂ ഫ്രണ്ട് ലൈഫിലുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായും ഒരു ഡബിൾ പ്രൊട്ടക്ഷനാണ് ലൈഫിൽ ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.